ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് ധ്യാന വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുക. ഈ ധ്യാന വിചിന്തനം അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. കാരണം സുവിശേഷത്തിൽ ഏറ്റവും കഠിനമായി നമുക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ അത്രമേൽ ദഹിക്കുന്ന ഒരു തിരുവചന ഭാഗമല്ലത്. തുടക്കം ഇങ്ങനെയാണ്: ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണം. എന്ത് രസമാണ് വായിക്കാനും പറയാനൊക്കെ. പക്ഷേ ആ ധ്യാനിക്കുക, പ്രവർത്തിക്കുക ഒട്ടും എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. നമുക്കെങ്ങനെയാണ് നമുക്കൊരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുത്ത് നീ അടിച്ചോ എന്ന് പറയാൻ കഴിയുക? അത് എളുപ്പമല്ലല്ലോ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, എങ്ങനെയും മറ്റുള്ളവരെ തകർക്കാൻ നോക്കുന്ന ഒരു മാനസിക നിലയിലൂടെ നമ്മളൊക്കെ കടന്നു പോവുകയാണ്. കാലം അങ്ങനെയാണ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. എങ്ങനെ മറ്റുള്ളതെല്ലാം നമുക്ക് വെട്ടിയെടുക്കാം എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് കാലം കടന്നു പോവുക. നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരിക്കലും ഒരാൾ പോലും ഒരുവൻ്റെ മുമ്പിൽ കുമ്പിട്ട് കൊടുക്കാൻ മനസ്സ് കാണിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ്. അത് ഏത് രീതിയിൽ നമുക്ക് നോക്കിയാലും അറിയാം. ഏത് സ്ഥാനമാനങ്ങളിലൂടെ പോകുന്നവർക്കും മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടൊരു കാലഘട്ടമാണ്. കുഞ്ഞു മുതൽ നമ്മൾ പരിശോധിച്ച് നോക്കിയേ, വീട്ടിലൊക്കെ ഒരു കുഞ്ഞിനെ അനുസരിപ്പിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഒന്ന് TV ഓഫാക്കി വെക്കും മോനെ എന്ന് പറയുമ്പോൾ എന്തൊരു പ്രകടനങ്ങളാണ് അവർ കാഴ്ചവെക്കുക. പഠിക്കാൻ പറയുമ്പോൾ, പ്രാർത്ഥിക്കാൻ പറയുമ്പോഴൊക്കെ എന്തൊരു വൈരുദ്ധ്യങ്ങളാണ് മക്കൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളർന്നു വരുന്ന തലമുറ മുതൽ നമ്മളിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വലിയൊരു ഉദാഹരണമാണ് കുഞ്ഞുങ്ങൾക്ക്, ജനിച്ച് വളർന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടാണ്. പണ്ടൊക്കെ പുറത്തേക്കൊക്കെ ഇറക്കി നടത്തിക്കൊണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളൊന്ന് മൊബൈലിലേക്ക് കയ്യിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണിച്ചു കൊടുത്ത് മക്കളെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മക്കളെ നമ്മൾ തന്നെ വഴക്ക് പറയും. മുഴുവൻ സമയം TV-യുടെ മുമ്പിലാണ്, മാധ്യമത്തിൻ്റെ മുമ്പിലാണ്, മൊബൈൽ ഉപയോഗിക്കുകയാണ്. നമ്മൾ വളർത്തി വലുതാക്കുന്ന രീതി അതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കാൻ ആ കുഞ്ഞുങ്ങൾക്ക് കഴിയാതെ പോവുകയാണ്. ഇങ്ങനെയാണ് ഈ കാലഘട്ടത്തിൻ്റെ എല്ലാം അങ്ങനെയാണ്. എല്ലാവർക്കും അനുകൂലമായ രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുക. നിയമം അങ്ങനെയാണല്ലോ. മക്കൾക്ക് ആവശ്യമായതെല്ലാം നിയമം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവരെ വേദനിപ്പിക്കാനോ വഴക്ക് പറയാനോ കഴിയാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുക. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ വചനം നമ്മൾ വ്യാഖ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കണം, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കരണം തരിക്കുന്ന മറ്റേ കരണം കാണിച്ചു കൊടുക്കണം. അങ്ങനെ വൈരുദ്ധ്യമായ രീതിയിൽ ഈ വചനം നമ്മുടെ മനസ്സിലേക്ക് കയറുകയാണ്. നമുക്കൊരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം. പക്ഷേ വചനത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെ പറയുക: നിങ്ങൾക്ക് വലിയ പ്രതിഫലം കിട്ടണമെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്തേ മതിയാവും. മരണശേഷമാണ് നമ്മുടെയൊക്കെ ഓർമ്മകൾ ഈ ഭൂമിയിൽ അവശേഷിക്കുക. നമുക്കറിയാം, ജീവിച്ചിരിക്കുമ്പോൾ ആരും നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങളൊന്നും പറയാൻ സാധ്യതയില്ല. മരണശേഷം നമ്മുടെ ഓർമ്മകൾ നല്ല ഓർമ്മകളാകണമെങ്കിൽ, വലിയ പ്രതിഫലം സ്വർഗത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്തേ മതിയാവും. അതുകൊണ്ടാണ് ചില മനുഷ്യരെയൊക്കെ നോക്കി നമ്മൾ പറയാം, എന്തൊരു നല്ല മനുഷ്യനാണ്, എന്ത് നല്ല സ്വഭാവമാണ്. കാരണം എന്താണ്? അവൻ്റെ അപ്പൻ്റെ സ്വഭാവം അവൻ ഭൂമിയിൽ പ്രകടമാക്കി എന്നുള്ളതാണ്. ഈശോ പറയാണ്, എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. വെറുതെ പറയല്ല, ജീവിതത്തിൽ കാണിച്ചു തന്നുകൊണ്ട് പറയുകയാണ്, അപ്പൻ്റെ പൈതൃക ഭാവം നിങ്ങൾ ഈ ഭൂമിയിൽ സൂക്ഷിക്കണം. എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ ഒടുവിൽ എത്തി നിൽക്കുന്ന ഒരു വലിയ ചിന്ത ഇതാണ്. എന്താണ്? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെക്കുറിച്ച് മനുഷ്യർ പറയുക, കരുണയുള്ളവനാണ്, വലിയ പ്രതിഫലം നേടിയവനാണ്. അതുകൊണ്ടാണ് വിശുദ്ധരുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കി, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മരിച്ചവരാണ്. പക്ഷേ അവരുടെയൊക്കെ ഓർമ്മകൾ ഇന്നും മരിക്കാതെ നിലനിൽക്കാൻ കാരണം എന്താണ്? അവർക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലം കിട്ടിയെന്നുള്ളതാണ്. വലിയ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വലിയ ക്രൂരമായ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ, നിന്ദനങ്ങളും പരിഹാസങ്ങളും ചാട്ടവാറടികളും ഏറ്റെടുത്ത് ഒറ്റപ്പെടുമ്പോഴും അവർ മറുകരണം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അവർ ശത്രുക്കളെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. എന്താണ്? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സകലതും വിളമ്പി എന്നുള്ളതാണ്. അതാണ് അവരെ വലിയതാക്കി മാറ്റുന്നത്. അല്ലേ? നമ്മുടെയൊക്കെ വിളമ്പലുകൾ തിരിച്ചു കിട്ടുന്നത് എല്ലാ വിളമ്പലും അങ്ങനെയാണ്. സ്നേഹം വിളമ്പുന്നതും, കരുണ വിളമ്പുന്നതും, കാരുണ്യം വിളമ്പുന്നതും, പണം കൊടുക്കുന്നതും, സാന്നിധ്യം കൊടുക്കുന്നതും, സമയം കൊടുക്കുന്നതും ഒക്കെ തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എന്നാൽ
വചനം സഭാചരിത്രം നമ്മളെ പഠിപ്പിക്കുക, ഈശോയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുക. തിരിച്ചു കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കാതെയാണ് അവൻ വിളമ്പിയത്, വിശുദ്ധർ വിളമ്പിയത്. എനിക്ക് ഈശോ തൻ്റെ ശരീരം ഇന്നും നമുക്ക് വിളമ്പുന്നത് നമ്മൾ എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ഒന്നുമല്ല. നമ്മൾ ആ വിശുദ്ധ കുർബാനയിൽ ഒന്ന് ആഴത്തിൽ പങ്കെടുക്കുമെന്ന് പോലും വിചാരിച്ചിട്ടല്ല ഈശോ തൻ്റെ ശരീരത്തെ ആ അൾത്താരയിൽ അപ്പമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും കിട്ടുന്നില്ല, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, മറിച്ച് അവൻ സ്നേഹിക്കുകയാണ്, അവൻ വിളമ്പുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈശോ പറയുക, നിങ്ങൾ എങ്ങനെ വിളമ്പുന്നുവോ അതുപോലെ നിങ്ങളുടെ പ്രതിഫലം ലഭിക്കും, നിങ്ങൾക്ക് കരുണ ലഭിക്കും, വലിയ വലിയ സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കും, വലിയ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വചനം അത്ര കഠിനമാണ് ഞങ്ങൾക്ക് ധ്യാനിക്കാൻ, എങ്കിലും ആ വലിയ പ്രതിഫലത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ അപ്പൻ കരുണയുള്ളവനായിരിക്കുന്നത് പോലെ ഞാനും കരുണയുള്ളവനാകണമെന്ന് ഈ ഭൂമിയെ കാണിച്ചു കൊടുക്കാൻ. ഇതാ അല്ലേ വിശുദ്ധ ഫ്രാൻസിസിനെ നോക്കി പറഞ്ഞതുപോലെ, അവനിൽ ക്രിസ്തുവിൻ്റെ ഗന്ധമുണ്ട്. ഈ ഗന്ധമാണ് കരുണയുടെ സ്വഭാവം. ഈ ക്രിസ്തുവിൻ്റെ ഗന്ധമുണ്ടാകലാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത. ആ സുവിശേഷം ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഗന്ധമുള്ള കരുണയുടെ നല്ല മനുഷ്യരായി ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.